വാട്ട് ടു ഡു ആഫ്റ്റർ ഗ്രാജുവേഷൻ. ഗ്രാജുവേഷന് ശേഷം എന്ത് ചെയ്യണം എന്നുള്ളത് ഏതൊരാളുടെയും മനസ്സിലുള്ള ഒരു വലിയ ചോദ്യമാണ്. നിരവധി ചോയ്സ് ഉള്ള ഇക്കാലത്ത് ശരിയായ ഒരു വഴി തിരഞ്ഞെടുക്കുക എന്നുള്ളത് വലിയൊരു വെല്ലുവിളിയാണ്. ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഒരു കൊമേഴ്സ് ഗ്രാജുവേറ്റിന് അവൈലബിൾ ആയിട്ടുള്ള കരിയർ ഓപ്ഷൻസിനെ പറ്റിയാണ്. ഈ ഓപ്ഷൻസ് ഇന്ത്യൻ വേഴ്സസ് ഫോറിൻ കോഴ്സസ് നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. ഏതൊക്കെ ഇന്ത്യൻ കോഴ്സുകളുണ്ട്, ഏതൊക്കെ ഫോറിൻ കോഴ്സുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഇന്ത്യൻ കോഴ്സുകളെ പറ്റി നമുക്ക് ഒന്ന് കമ്പാരിസൺ നടത്താം. ഈ കോഴ്സുകളൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുന്നത് അതിൻ്റെ എക്സാം പാറ്റേൺ, മിനിമം ഡ്യൂറേഷൻ, പാസ് പെർസെൻറ്റേജ്, കോസ്റ്റ് എന്നീ ക്രൈറ്റീരിയയിലാണ്. നമുക്കിവിടെ 4 കോഴ്സുകളാണുള്ളത് ഇന്ത്യൻ കോഴ്സിൽ. ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ്ങിൽ ബേസിക്കലി ചാർട്ടേഡ് അക്കൗണ്ടൻസി, CMA കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടൻസ് പ്രോഗ്രാം, CS കമ്പനി സെക്രട്ടറിഷിപ്പ്, MBA എന്നുള്ള 4 ഡിഗ്രികളെ 4 കോഴ്സുകളെ ഈ പറഞ്ഞ ക്രൈറ്റീരിയയിൽ നമ്മൾ കമ്പയർ ചെയ്യുകയാണ്. ആദ്യമായി ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ്, ദ മോസ്റ്റ് പോപ്പുലർ കോഴ്സ് ഇൻ ഇന്ത്യ. ഇതിന്റെ എക്സാം പാറ്റേൺ 16 പരീക്ഷകളുണ്ട്. 4 ഗ്രൂപ്പിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ്. എക്സാം ട്വൈസ് എ ഇയർ ആണ്. മെയ്യിലും നവംബറിലുമാണ് CA എക്സാം നടക്കാറുള്ളത്. മിനിമം ഡ്യൂറേഷൻ 3 to 4 years എടുക്കും. 3 വർഷം ഉണ്ടെങ്കിലേ CA കോഴ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. പാസ് പെർസെൻറ്റേജ് 5 to 10% വളരെ കുറവാണ്. അതായത് 100 സ്റ്റുഡൻസ് ജോയിൻ ചെയ്യുമ്പോൾ മാക്സിമം 10 പേര് മാത്രമേ ആ പ്രോഗ്രാം സക്സസ്ഫുൾ ആയി കംപ്ലീറ്റ് ചെയ്ത് വരുന്നുള്ളൂ. ബാക്കി 90 സ്റ്റുഡൻസും അത് ഫെയിൽ ആകുകയാണ്, ആ എക്സാമിൽ ഫെയിൽ ആകുകയാണ്. ഇതിന്റെ കോസ്റ്റ് ഒരു ലെസ് ദാൻ 2 lakh. ലെസ് ദാൻ 2 lakh എന്ന് ഞാൻ പറയുമ്പോൾ ഇത് കോച്ചിങ് ഒന്നും എടുക്കാതെ നമ്മൾ സെൽഫ് സ്റ്റഡി ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റിന് ഒരു 75,000 രൂപയ്ക്കൊക്കെ CA നമുക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. എന്നാൽ ഈ 16 പരീക്ഷയ്ക്ക് നമ്മൾ എക്സ്റ്റേണൽ കോച്ചിങ്ങിനൊക്കെ പോയാൽ ദ കോസ്റ്റ് വിൽ വർക്ക്ഔട്ട് അബൌട്ട് 2 lakh rupees. CA കോഴ്സ് വളരെ പോപ്പുലർ ആയിട്ടുള്ള കോഴ്സാണ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പ്രാക്ടീസ് അവന്യൂസ് ഉണ്ട്. യു ക്യാൻ വർക്ക് ഇൻ ദ ഇൻഡസ്ട്രി. പക്ഷേ ഒരു പ്രശ്നം, നമ്മൾ പാസ് പെർസെൻറ്റേജ് വളരെ കുറവാണ്. ഒരു ഡെയിലി ഒരു 6 to 8 hours പഠിത്തത്തിന് മാത്രമായി കമ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് മാത്രമേ CA കോഴ്സ് ഐഡിയൽ ആയിട്ടുള്ളൂ. എസ്പെഷ്യലി ഫൈനലിലൊക്കെ നമ്മൾ മിനിമം ഒരു 8 to 10 hours പഠിക്കണം. അത് നിങ്ങൾ പാസ്സായ ആരത്തി ചോദിച്ചാലും അവർ പറയുന്ന കാര്യമാണ്. CA പഠിക്കണമെങ്കിൽ അത്രയും ടൈം കമ്മിറ്റ്മെന്റ് ഉണ്ട്. നെക്സ്റ്റ് കോഴ്സ് ആണ് CMA കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ്. പഴയ കാലത്ത് ഇത് ICWA എന്നാണ് പറയപ്പെട്ടിരുന്നത്. ആ ഇൻസ്റ്റിറ്റ്യൂട്ട് പേര് മാറ്റി അങ്ങനെയാണ് ഇത് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് എന്നാണ് ഇപ്പോൾ ഈ കോഴ്സ് അറിയപ്പെടുന്നത്. ഇതിന്റെ എക്സാം പാറ്റേണും ഇതേപോലെ തന്നെ 16 പരീക്ഷകളുണ്ട്. സ്പ്രെഡ് അക്രോസ് 4 ഗ്രൂപ്പ്സ്. എക്സാം ട്വൈസ് എ ഇയർ ആണ്. ജൂൺ ആൻഡ് ഡിസംബർ ആണ്. CMA ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സാവുന്ന ഒരാൾക്ക് 2.5 years കൊണ്ട് നമുക്ക് പാസ്സാകാൻ പറ്റും. ഇവിടെയും പാസ് പെർസെൻറ്റേജ് ഒരു വെല്ലുവിളിയാണ്, 5 to 10%. കോസ്റ്റ് വർക്ക്ഔട്ട് ടു ലെസ് ദാൻ 2 lakh. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ കോസ്റ്റ് വിൽ ബി ലെസ് ഫോർ എ സ്റ്റുഡൻറ് ഹു ഈസ് ഡൂയിങ് സെൽഫ് സ്റ്റഡി ആൻഡ് ഇറ്റ് വിൽ ബി മോർ ഫോർ എ സ്റ്റുഡൻറ് ഹു ഈസ് ഗോയിങ് ഫോർ കോച്ചിങ്. അടുത്ത കോഴ്സാണ് കമ്പനി സെക്രട്ടറിഷിപ്പ്, CS. നോർമലി സെക്രട്ടറി എന്ന വാക്ക് കേൾക്കുമ്പോൾ ആൾക്കാർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. കമ്പനിയിൽ എന്തൊക്കെയോ സെക്രട്ടറി ആണോ, ആരുടെയെങ്കിലും സെക്രട്ടറി ആണോ എന്നുള്ള ഒരു ചോദ്യം വരാറുണ്ട്. പക്ഷെ ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കോർപ്പറേറ്റ് സെക്രട്ടേറിയൽ
ഫങ്ഷൻ ഫോക്കസ് ചെയ്യുന്ന ഒരു കരിയറാണ്. ഇവിടെയും ഈ എക്സാം 16 പരീക്ഷകൾ 5 മോഡ്യൂൾസിൽ സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ്. എക്സാം ടൈസ് ഇയർ ആണ്. മിനിമം ഡ്യൂറേഷൻ 2 to 3 years. പാസ് പെർസെൻറ്റേജ് മുമ്പേ പറഞ്ഞ പോലെ തന്നെ 5 to 10%. കോസ്റ്റ് ലെസ് ദാൻ 2 lakh. ഇനി അടുത്ത കോഴ്സാണ് നമ്മൾ MBA. പല കുട്ടികളും MBA ജോയിൻ ചെയ്യാൻ വേണ്ടി പല കോളേജുകളിലും ട്രൈ ചെയ്യാറുണ്ട് അഡ്മിഷന്. എന്താണ് MBAയുടെ പ്രത്യേകത നോക്കാം. MBAക്ക് ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, the value of the MBA depends on the DNA of the institute or the college offering that program. അപ്പോൾ IIM-ൽ നിന്നുള്ള MBAയുടെ വാല്യൂ അല്ല ലെറ്റ്സ് സേ IGNOU MBA. So quality differs. ഇവിടെ സെമസ്റ്റർ ബേസ്ഡ് എക്സാം ആണ്. മിനിമം ഡ്യൂറേഷൻ 2 years എടുക്കും. പാസ് പെർസെൻറ്റേജ് ഹൈ കമ്പയർഡ് ടു അതർ 3 courses. കോസ്റ്റ് വർക്കൗട്ട് ടു മിനിമം 5 lakh. 5 lakh താഴെയുള്ള MBA ഒന്നും ചെയ്യുന്നത് അഡ്വൈസബിൾ അല്ല. കാര്യം അവർക്ക് നല്ല ഫാക്കൽറ്റിയൊക്കെ വെച്ച് ആ കോഴ്സ് കണ്ടക്ട് ചെയ്യണമെങ്കിൽ ഇറ്റ് റിക്വയർസ് ലോട്ട് ഓഫ് മണി. അപ്പൊ പ്രോഗ്രാമിന് ക്വാളിറ്റിയുടെ ഒരു ആസ്പെക്റ്റ് ആണ്. ഡോണ്ട് ഗോ ഫോർ വെരി ചീപ്പ് കോഴ്സസ് ആൻഡ് യു ഡോണ്ട് നീഡ് ടു ഗോ ഫോർ വെരി എക്സ്പെൻസീവ് കോഴ്സ്. അപ്പൊ ഇവിടെ നമ്മൾ ഈ 4 കോഴ്സ് കമ്പയർ ചെയ്യുമ്പോൾ ഈ ആദ്യത്തെ 3 കോഴ്സുകൾ, these courses are governed by acts of parliament. ഇവിടെ അഡ്മിഷൻ ആർക്ക് വേണേലും കിട്ടും. ഇത് പാസ്സാകാനാണ് പ്രയാസം. ഇത് പാസ്സായാൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം സ്വന്തമായിട്ട്. നിങ്ങൾക്ക് കോർപ്പറേറ്റ് മേഖലകളിൽ കമ്പനികളിൽ വർക്ക് ചെയ്യാം. CAയും CMAയും സിലബസ് ഓൾമോസ്റ്റ് സെയിം ആണ്. സിമിലർ, ഐ വുഡ് സേ 90% സിലബസ് ഇസ് സെയിം. പക്ഷേ CMAയുടെ പ്രാക്ടീസ് ഈസ് ലിമിറ്റഡ് ഓൺലി ടു കോസ്റ്റ് ഓഡിറ്റ്. അതർവൈസ് നമ്മൾ കോർപ്പറേറ്റ് മേഖലയിൽ CA പഠിച്ച ആൾക്കും CMA പഠിച്ച ആൾക്കാർക്കും ഒക്കെ ഒരു ഫൈനാൻസ് മാനേജറായിട്ടോ ഒരു ഫിനാൻഷ്യൽ കൺട്രോളറായിട്ടൊക്കെ ജോലി ചെയ്യാം. ബട്ട് നോ ഡൗട്ട് CA ഈസ് ദ മോസ്റ്റ് പോപ്പുലർ കോഴ്സ്. MBA നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടാനാണ് ബുദ്ധിമുട്ട്. പാസ്സാകാൻ പ്രശ്നമില്ല. അപ്പൊ ഇതാണ് നമുക്ക് ഇന്ത്യൻ കോഴ്സുകളിൽ അക്കൗണ്ടിങ് ആൻഡ് ഫൈനാൻസ് മേഖലയിലുള്ള പോപ്പുലർ ആയിട്ടുള്ള 4 കോഴ്സുകൾ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഫോറിൻ കോഴ്സസിനെ പറ്റിയാണ്. ഇവിടെ ഞാൻ പരിചയപ്പെടുത്തുന്നത് 2 UK അക്കൗണ്ടിങ് കോഴ്സുകളും 2 US അക്കൗണ്ടിങ് കോഴ്സുകളുമാണ്. അപ്പൊ ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് US അക്കൗണ്ടിങ് എക്സാംസും UK അക്കൗണ്ടിങ് എക്സാംസും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. ഇപ്പൊ നിങ്ങൾ ഈ സ്ലൈഡ് നോക്കിക്കഴിഞ്ഞാൽ കാണാം, UK എക്സാംസിന് നമ്പർ ഓഫ് എക്സാംസ് കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ ACCA 13 പരീക്ഷകളുണ്ട്. സിമ അനദർ UK എക്സാം, അതിന് 12 ഒബ്ജക്റ്റീവ് ടെസ്റ്റും 3 കേസ് സ്റ്റഡിയും ഉണ്ട്. എന്നാൽ US അക്കൗണ്ടിങ് പ്രോഗ്രാംസ് നമ്പർ ഓഫ് എക്സാംസ് കുറവാണ്. CPA 4 എക്സാംസ് മാത്രമേ ഉള്ളൂ. CMA 2 എക്സാംസേ ഉള്ളൂ. ഈ എക്സാംസ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാംസ് ഓൺ ഡിമാൻഡ് ആണ്. ഇതിന്റെ ഫ്രീക്വൻസി കൂടുതലാണ്. നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ എക്സാം എഴുതാം വിതിൻ ദിസ് അവൈലബിൾ ഡേറ്റ്സ്. അതുകൊണ്ടാണ് ഈ 2 US എക്സാംസും ലെസ് ദാൻ എ ഇയറിൽ ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നത്. US എക്സാംസിന് നമ്പർ ഓഫ് എക്സാംസ് കുറവാണ്. അതുകൊണ്ടാണ് ഇന്ത്യൻ അക്കൗണ്ടിങ് കോഴ്സുകളും അതേപോലെ തന്നെ UK സിസ്റ്റമാണ്. നമ്പർ ഓഫ് എക്സാംസ് കൂടുതലാണ്. അങ്ങനെയുള്ള കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യാൻ നമ്മൾ കുറച്ചുകൂടെ സമയമെടുക്കും. അതാണ്
ഇവിടെ ആദ്യത്തെ ഒരു വ്യത്യാസം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് കോഴ്സുകൾ ഓരോന്നായി നോക്കാം. ACCA അസോസിയേഷൻ ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസ് UK അക്കൗണ്ടിംഗ് എക്സാം ആണ്. ഈ ACCA UKയുടെ CA എക്സാം അല്ല. UKയുടെ CA എക്സാം എന്ന് പറയുന്നത് എക്സാം കണ്ടക്റ്റഡ് ബൈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ് ആണ്. ഇത് മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ പലരുടെയും ധാരണ ACCA എന്ന് പറയുന്നത് UK CA എന്നൊക്കെ പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. പക്ഷെ ഇതൊരു നല്ല കോഴ്സാണ്. ഇത് ക്വാളിഫൈ ചെയ്യാൻ ഒരു 3 to 4 years എടുക്കും. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ എക്സാം പാറ്റേൺ മിക്സ് ഓഫ് പേപ്പർ ബേസ്ഡ് ആൻഡ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. 13 പരീക്ഷകളുണ്ട്. 45% പാസ് പെർസെൻറ്റേജ് ഉണ്ട്. മിനിമം ഒരു 3 lakhs ഇതിൻ്റെ കോസ്റ്റ് വരും ACCA കംപ്ലീറ്റ് ചെയ്യാൻ. പല ഓഡിറ്റിംഗ് കമ്പനികൾ EY KPMG എങ്ങനെയൊക്കെ ഉള്ളിടത്ത് ACCAക്കാരെ അവർ നന്നായി റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അടുത്ത UK എക്സാം ആണ് CIMA. UKയുടെ മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ക്വാളിഫിക്കേഷൻ ആണ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ 12 ഒബ്ജക്റ്റീവ് ടെസ്റ്റും 3 കേസ് സ്റ്റഡീസും ഉണ്ട്. ഇത് കംപ്ലീറ്റ് ചെയ്യാൻ അറൌണ്ട് 3 years എടുക്കും. പാസ് പെർസെൻറ്റേജ് 40%. മിനിമം കോസ്റ്റ് 4.5 lakh. ഇനിയുള്ളത് നമ്മുടെ മുന്നിലുള്ളത് US കോഴ്സുകളാണ്. ആദ്യത്തെ US കോഴ്സാണ് സർട്ടിഫൈഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ്. 4 hours ഉള്ള 2 എക്സാം, 180 days എക്സാം അവൈലബിൾ ആണ്. ഈ എക്സാം ഇങ്ങനെ അവൈലബിൾ ആയതുകൊണ്ട് നമുക്ക് റീടേക്കുകൾ, ഒരിക്കലും ഒരു കുട്ടി ഒരു സ്റ്റുഡൻറ് പരീക്ഷ എഴുതി ഫെയിൽ ആയാൽ റീടേക്ക് കുറച്ചുകൂടി ഫാസ്റ്ററായിട്ട് എഴുതാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ലെസ് ദാൻ 1 year കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത്. 40% പാസ് പെർസെൻറ്റേജ് ഉണ്ട്. കോസ്റ്റ് വിൽ ബി ലെസ് ദാൻ 1.5 lakh. CPA സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ്. ഇന്ത്യൻ CA പോലെ US-ലുള്ള ഇക്വലന്റ് കോഴ്സാണ്. ഇതിന് 4 പരീക്ഷകളാണുള്ളത്. പക്ഷെ ഈ പരീക്ഷകൾ ഇന്ത്യയിൽ എക്സാം സെന്റർ ഇല്ലായിരുന്നു. ഇന്ത്യൻ സ്റ്റുഡൻസിന് മിഡിൽ ഈസ്റ്റിലോ US-ലോ മാത്രമേ ഈ പരീക്ഷ എഴുതാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഈ കോവിഡിന്റെ സാഹചര്യത്തിൽ ട്രിവാൻഡ്രത്ത് അവരൊരു എക്സാം സെന്റർ തുടങ്ങിയിട്ടുണ്ട്. ട്രിവാൻഡ്രത്തും ഇന്ത്യയിൽ മറ്റു പലയിടത്തും, ബാംഗ്ലൂർ, ബോംബെ ഒക്കെ ഉണ്ട്. ഹോപ്പ്ഫുള്ളി ദേ വിൽ കണ്ടിന്യൂ നെക്സ്റ്റ് ഇയർ ഓൾസോ. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ സ്റ്റുഡൻസിന് ഇന്ത്യയിൽ തന്നെ ഈ പരീക്ഷ എഴുതാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇതിന്റെ പാസ് പെർസെൻറ്റേജ് 50% ആണ്. കോസ്റ്റ് മിനിമം 4.5 lakh. ഇത്രയും കോഴ്സുകളാണ് നമുക്ക് ഫോറിൻ കോഴ്സുകളിൽ പോപ്പുലറായി നമ്മൾ കേൾക്കുന്ന കോഴ്സുകൾ. ഞാനിന്ന് നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ച 8 കോഴ്സുകളാണ്. ഈ കോഴ്സുകളിൽ ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളതിന് ഞാനൊരു ഡിസിഷൻ ഫ്രെയിംവർക്ക് സജസ്റ്റ് ചെയ്യുകയാണ്. ആദ്യമായി നോക്കേണ്ട കാര്യം നമ്മുടെ കരിയർ അംബിഷൻ എന്താണെന്നുള്ളതാണ്. കരിയർ അസ്പിരേഷൻ. വാട്ട്സ് യുവർ ഡ്രീം? 10 വർഷം കഴിയുമ്പോൾ നമ്മൾ എവിടെ ജോലി ചെയ്യണം, ഏത് ജോലി ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ക്രൈറ്റീരിയയാണ്. അപ്പോൾ നമുക്ക് 2 ചോയ്സ് ഉണ്ടാവും ഒരാൾക്ക്. പ്രാക്ടീസ് അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയ്മെന്റ്. മറ്റു ചിലര് എംപ്ലോയ്മെന്റ് മേഖലയിലേക്ക് പോകും. ഈ പ്രാക്ടീസ് സെലക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് സൂട്ടബിൾ ആയിട്ടുള്ള കോഴ്സാണ് CA ആൻഡ് CS. ഇന്ത്യൻ CMA പ്രാക്ടീസ് ചെയ്യാം, പക്ഷെ പ്രാക്ടീസ് അല്പം ലിമിറ്റഡ് ആണ്. ഇനി എംപ്ലോയ്മെന്റ് സെലക്ട് ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത്, എവിടെയാണ് നിങ്ങൾ ജോലി ചെയ്യുന്നത്? ഇന്ത്യയിലാണോ അതോ ഫോറിൻ കൺട്രിയിലാണോ? ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഇന്ത്യൻ കോഴ്സുകളാണ്.
ഫോറിൻ കോഴ്സ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇന്ത്യയിൽ ജോലി കിട്ടും. പക്ഷെ കുറച്ചുകൂടെ നല്ലത് ഇന്ത്യൻ കോഴ്സുകളായ CA, CMA, CS ഇങ്ങനെയുള്ള കോഴ്സുകൾ ചെയ്യുന്നതാണ്. എന്നാൽ ഫോറിൻ കൺട്രിയിൽ ചെല്ലുമ്പോൾ അവിടെ ഇന്ത്യൻ ക്വാളിഫിക്കേഷനെക്കാട്ടിൽ ബ്രാൻഡ് വാല്യൂ ഫോറിൻ ക്വാളിഫിക്കേഷനാണ്. ഇന്ത്യൻ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർക്ക് ജോലി കിട്ടത്തില്ലെന്നല്ല അതിനർത്ഥം. പക്ഷെ കുറച്ചുകൂടെ പോപ്പുലർ ആയിട്ടുള്ളതും കുറച്ചുകൂടെ ഈസിലി നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നതും ഫോറിൻ ക്വാളിഫിക്കേഷനാണ്. അവിടെ നമുക്ക് UK അക്കൗണ്ടിങ് ക്വാളിഫിക്കേഷൻ ഉണ്ട്, US അക്കൗണ്ടിങ് ക്വാളിഫിക്കേഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ എവിടെ പോകുന്നു, നമ്മുടെ സമയം, ഡ്യൂറേഷൻ ഇതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇത് കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പൊ എന്ത് കോഴ്സ് സെലക്ട് ചെയ്താലും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട മറ്റു ചില ഘടകങ്ങൾ ഇതാണ്. ആ കോഴ്സ് റെക്കഗ്നീഷൻ, ജോബ് മാർക്കറ്റിലുള്ള അതിൻ്റെ വാല്യൂ ആൻഡ് റെക്കഗ്നീഷൻ, ഇതിൻ്റെ ഡ്യൂറേഷൻ. നമുക്ക് 2 വർഷത്തിനകത്ത് എബ്രോഡ് പോകണം, അങ്ങനെയാണെങ്കിൽ ഡ്യൂറേഷൻ കുറഞ്ഞ കോഴ്സുകൾ സെലക്ട് ചെയ്യുന്നതാണ് നല്ലത്. ചിലർക്ക് എംപ്ലോയ്മെന്റിന്റെ കൂടെ പഠിക്കണം, അങ്ങനെയുള്ള ആൾക്കാർക്ക് CA സ്യൂട്ടബിൾ അല്ല. കാരണം അവിടെ CAയുടെ കൂടെ ആർട്ടിക്കിൾഷിപ്പ് ചെയ്യേണ്ടതുകൊണ്ട് എംപ്ലോയ്മെന്റ് ജോലി ചെയ്യുന്നതിൻ്റെ കൂടെ നമുക്ക് CA ചെയ്യുക സാധ്യമല്ല. പിന്നെ മറ്റൊരു കാര്യമാണ് പാസ് പെർസെൻറ്റേജ്. പാസ് പെർസെൻറ്റേജ് കുറഞ്ഞ കോഴ്സുകളും ഉണ്ട്, പാസ് പെർസെൻറ്റേജ് കൂടിയ കോഴ്സുകളും ഉണ്ട്. ലാസ്റ്റ് വൺ, കോഴ്സുകളെല്ലാം നല്ലതായിരിക്കാം, പക്ഷേ നമുക്കെല്ലാം അഫോർഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. ഈസ് ഇറ്റ് അഫോർഡബിൾ ഫോർ മീ എന്നുള്ളതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് കൺസിഡറേഷനാണ്. അപ്പൊ ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച ഈ കോഴ്സുകളൊക്കെ എൻട്രി ലെവൽ ക്വാളിഫിക്കേഷനാണ്. ഇതിന് ശേഷം നിങ്ങൾക്ക് ജോലിയുടെ കൂടെ മറ്റു പല ക്വാളിഫിക്കേഷൻ, ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻസ് പലതും പഠിക്കാം. ഇന്നത്തെ കാലത്ത് ലേണിംഗ് എന്ന് പറയുന്ന ഒരു ലൈഫ് ലോങ് അഫെയർ ആണ്. യു ഹാവ് ടു അപ്ഗ്രേഡ് യുവർ നോളജ് കണ്ടിന്യൂസ്ലി. നിങ്ങൾക്ക് മൾട്ടി ക്വാളിഫിക്കേഷൻ എടുക്കാം. അങ്ങനെയൊക്കെ നിങ്ങളുടെ പ്രൊഫഷണൽ സക്സസ് അവിടെ നിങ്ങൾക്ക് എൻഷുർ ചെയ്യാൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായും എന്ന് കരുതുന്നു. താങ്ക് യു ഫോർ ലിസണിങ്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.